ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനാണ്. ഞാൻ രാവിലെ മെസ്സേജ് ഇട്ടിരുന്നല്ലോ, ഇന്ന് മുളകെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇത് പിരിയമുളകാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ KDL, അതായത് ചരട മുളകിൻ്റെ ഒറിജിനലാണ് ഈ ചെയ്തിരിക്കുന്നത്. മീഡിയത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ. കളറ് അത്യാവശ്യം നല്ല കളറുമാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് പപ്പടം പോലെ പൊടിയുന്നുണ്ട്. ഇതിപ്പം കഴുകിയ ശേഷം ഇത് മൂന്നാമത്തെ ഉണക്കാണ്. ആദ്യമൊന്ന് നമ്മൾ സാധനം കൊണ്ടുവന്ന് അഴുക്കെല്ലാം നുള്ളിപ്പറക്കി കളയാറുണ്ട്. അതിനുശേഷം ഒരു ദിവസം വെയിലത്തിടും. അതിനുശേഷമാണ് നമ്മളിത് വെള്ളത്തിൽ കഴുകുന്നത്. 2 ഒലയൊലിച്ച് മാറ്റിയിട്ടാണ് ഇതുപോലെ ടാർപോളിനിട്ട് അതിലേക്ക് കൊണ്ടിടുന്നത്. അങ്ങനെ മൂന്നാമത്തെ ഉണക്കാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിനിപ്പം നാളെ രാവിലെയാണ് കൊണ്ട് പൊടിപ്പിക്കുന്നത്. മല്ലിയും മഞ്ഞളും ഞാൻ ഇന്നലെ കൊണ്ട് ഉണക്കി തീർത്തു. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നാളെ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ട് പൊടിപ്പിക്കാനാണ്. അപ്പം പലരും ചോദിക്കാറുണ്ട്, എവിടെ കൊണ്ടിട്ടാണ് പ്രിയ ഇത് ഉണക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, മണ്ണിനകത്താണോ ഇടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. മണ്ണിനകത്തൊന്നും ഇട്ടിട്ടല്ല ഞാനിത് ഉണക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം വൃത്തിയായിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളതെന്ന്. ഒരു സൈഡിൽ മാവലയും ചന്ദനത്തിൻ്റെ ഇലയൊക്കെ വീഴുന്നുണ്ട്. ഒരു സൈഡിൽ ഒരാൾ തൂക്കുന്നുണ്ട്, അതായത് സൗണ്ട് കേൾക്കുന്നത്. ഇത് മറസഭാഗമാണ്. ഇത് ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടാണ്. അപ്പുറത്ത് റോഡ് സൈഡാണ് കേട്ടോ. എപ്പോഴും ബസ്സൊക്കെ പോകുന്ന റോഡ് സൈഡാണ്. ഇത്രയും ഉയരത്തിലായ കാരണം പൊടിയൊന്നും വീഴത്തില്ല. ഇവിടെ നമുക്ക് മറ്റേ പൂച്ചയോ പട്ടിയോ അങ്ങനെയുള്ള ശല്യങ്ങളോ ഒന്നുമില്ല. അത്രയും വൃത്തിയാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഉപയോഗിക്കുന്നതും ഇതേ പൊടി തന്നെയാണ്. എൻ്റെ വീട്ടിലും എല്ലാം ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഉപയോഗിക്കുന്നത് ഈ പൊടി തന്നെയാണ്. ഞാൻ പൊടിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിലേക്കും പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത്. ഇതാണ്ട് ഇതേപോലെ ടാർപോളിൻ ഷീറ്റിൽ ആണ് ഇടുന്നത്. കഴുകിക്കൊണ്ടുവന്ന് ഇതിലോട്ട് ഇടുവാണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ ഓരോ മണിക്കൂറും ഇടവിട്ട് നമ്മൾ ചിക്കി കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കും. ഓരോ മണിക്കൂറും ഇടവിട്ട് നമ്മൾ ഇളക്കി ഇടത്തില്ലേ, ചിക്കിയിടുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചെയ്ത് നന്നായിട്ട് ഉണക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ പൊടിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഒന്ന് തണുക്കാൻ കുറച്ച് സമയം വേണം. ആ ചൂടോടെ എടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല. തണുക്കാൻ കുറച്ച് സമയം വേണം. പിന്നെ ഹോം ഡെലിവറി ചെയ്യാൻ ഉള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ വൈകിട്ടത്തേക്ക് എത്തിച്ചു തരാം. അപ്പോഴത്തേക്ക് അത് തണുക്കും. ബാക്കിയൊക്കെ തിങ്കളാഴ്ച രാവിലത്തെ പോസ്റ്റിൽ രജിസ്റ്റേർഡ് പാഴ്സലാക്കിയിട്ട് അയച്ചു തരാവേ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ഇട്ടോ, മെസ്സേജ് ഇട്ടോ കേട്ടോ. മെസ്സേജ് 2 നമ്പർ 8078177251. ഓക്കെ, ബൈ.